നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണ്. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തായിട്ടുള്ള ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമയം രാവിലെ ഒരു 11 മണി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വേണേൽ കാണാൻ. അപ്പോൾ അതേ നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമ്മുടെ പുനേനല്ലൂർ മാരിയമ്മൻ കോവിൽ. വെറും ഒരു 6 കിലോമീറ്ററേ ഉള്ളൂ. ബസ്സൊക്കെ എപ്പോഴും ഇവിടുന്ന് അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വളരെ അടുത്തുനിന്നായിട്ടുള്ള ഒരു ഭാഗത്താണ്. അപ്പം നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക, നമ്മൾ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ അതേ ഇവിടെ അടുത്തായിട്ട് തന്നെ നമുക്കൊരു ഹനുമാൻ സ്വാമിയുടെ ഒരു ക്ഷേത്രം കാണാം. ആഞ്ജനേയൻ്റെ ഒരു കുഞ്ഞൻ ക്ഷേത്രം. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, സമയം ഇത്രയായല്ലോ. തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്കത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആര്യാസിൻ്റെ ഒരു ഹോട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അതായത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്, എല്ലാം അടുത്തടുത്താണ്. ഇൻ കേസ് നമുക്ക് താമസിക്കാനുള്ള ഹോട്ടലാണെങ്കിലും കഴിക്കാനുള്ള ഫുഡിനുള്ള ഹോട്ടലാണെങ്കിലും എല്ലാം, പിന്നെ ATM സംവിധാനങ്ങൾ എല്ലാം വളരെ അടുത്താണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഭാഗത്തോട്ട് തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്, വളരെ അടുത്തായിട്ട്. ഇവിടെ കുറേ മല്ലിപ്പൂവും കാര്യങ്ങളൊക്കെ കാണാം. തമിഴ്നാട്ടിൽ അതൊരു പുതിയ സംഭവമല്ല. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കാവുന്നതാണ് നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നമ്മളിപ്പോൾ ഈ നടന്നു വന്ന വഴിയില്ലേ, റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു വന്ന വഴി, നമ്മൾ തഞ്ചാവൂർ വന്ന് ഇറങ്ങി താമസിച്ച് സ്റ്റേ ഒക്കെ അടിച്ചതിന് ശേഷം ഉള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് തഞ്ചാവൂർ വന്നല്ലോ, അതായിരുന്നു 2 എപ്പിസോഡായിട്ട് നമ്മൾ ആദ്യം ഓൾറെഡി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഇത് 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിലാണ്. നമുക്ക് സ്റ്റേയുടെ കാര്യമാണെങ്കിലും എല്ലാം ആണെങ്കിലും. ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു ATM കണ്ടോ നിങ്ങൾ? ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ നമ്മുടെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പം ഞാൻ നമ്മുടെ ഈ ഒരു സീരീസ്, തഞ്ചാവൂർ സീരീസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ ക്ഷേത്ര ദർശനം അങ്ങനെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ട്രെയിൻ ജേണീസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ തന്നെ പറയുന്നതാണ് കേട്ടോ. എല്ലാം നമ്മൾ എല്ലാം കഴിഞ്ഞു, ദർശനമൊക്കെ കഴിഞ്ഞു, എല്ലാം പറയുന്നതാണ്. ഇത് നോക്കിയേ, ഇവിടെ ഒരു സംഭവം നടക്കുവാണല്ലോ ഗൈസ്, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ. ഇത് സംഭവം എന്ന് പറയുമ്പോൾ ലഹരിക്കെതിരെയുള്ള കേട്ടോ. ഇന്ന് ആക്ച്വലി ലഹരി വിമുക്ത ദിവസമാണ്, നോ ഡ്രഗ്സ് ഡേ. അപ്പോൾ അതിനെതിരെയുള്ള പ്ലക്കാർഡ്സും പോസ്റ്റേഴ്സൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ചേച്ചിമാരും പിന്നെ RPF എല്ലാവരും ഉണ്ട്. കൊള്ളാം. നമ്മളിപ്പോൾ അകത്തോട്ട് കയറിയായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ ഇവിടെയും കുറച്ചുണ്ട്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മളതേ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്താണ്, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത്. ഇപ്പുറത്ത് അൺറിസർവ്ഡ്. ഇത് നമുക്ക് സാധാ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന, മറ്റേത് റിസർവേഷനാട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. ഇവിടെ നമ്മുടെ ATM സംവിധാനമുള്ള ടിക്കറ്റ്. അപ്പോൾ നമുക്ക് ഇന്ന് പോകേണ്ട ഇന്നത്തെ യാത്രയുടെയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതൊക്കെ പറയാം. എന്തായാലും ടിക്കറ്റ് എടുക്കട്ടെ. ഗൈസ്, നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് പോകാൻ പോകുന്നത് മയിലാടുതുറയിൽ നിന്ന് ചെങ്കോട്ടയിലോട്ട് പോകുന്നൊരു വണ്ടിയുണ്ട്, ചെങ്കോട്ടൈ എക്സ്പ്രസ്. അൺറിസർവ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ് ഫുള്ള്. അപ്പോൾ ആ വണ്ടിയിലാണ് നമ്മളിന്ന് ട്രെയിൻ യാത്ര ചെയ്യാൻ പോകുന്ന തഞ്ചാവൂരിൽ നിന്ന്. ഓക്കെ, ട്രെയിൻ നമ്പർ എത്ര നിങ്ങൾക്ക് പറയാൻ പറ്റും? 16847 എഴുതി കാണിക്കുന്നുണ്ടോ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചെങ്കോട്ടൈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 വരുന്നത്. ഫുള്ള് അൺറിസർവ്ഡാണ്, എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാം. അപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് മധുരൈ വരെയാണ് നമ്മൾ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. 85 രൂപയാണ് ടിക്കറ്റ്. നമുക്കപ്പോൾ ഈ വഴി കൂടെ നേരെ എൻട്രൻസിലോട്ട് കയറാം. അപ്പുറത്ത് നമ്മുടെ എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 നമുക്ക് എന്തായാലും ഇപ്പോഴേ പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. നമുക്കതിന് മുമ്പ് പ്ലാറ്റ്ഫോം നമ്പർ 1 പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. 3 പിന്നെ പോവാം. എന്തായാലും ഫുഡൊക്കെ മേടിച്ചിട്ടില്ല, കഴിക്കാനായിട്ടുള്ള ഉച്ചക്കത്തുള്ള ലഞ്ച് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അത് മേടിക്കാനായിട്ട് എന്തായാലും ഒന്നും കൂടെ പുറത്തോട്ട് പോകണം. അടുത്തായിട്ട് തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 കാഴ്ചകളൊക്കെ കാണാം. കയറി വരുമ്പോൾ തന്നെ അതേ ഇവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്, 30 രൂപ പെർ പാസഞ്ചർ, കാൾ ദിസ് നമ്പർ. അതില്ല, മറ്റേ വണ്ടി കണ്ടില്ലയോ? അതിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും. നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1 നിൽക്കുന്നത്, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇതേ സമയം 11:40 ആയിട്ടുണ്ട്. ഏതോ വണ്ടിക്ക് വേണ്ടി ഒരുപാട് ആൾക്കാർ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇരിപ്പുണ്ട്. ഈ വണ്ടിയുടെ കാര്യമോ പറഞ്ഞത്? 30 രൂപ. എവിടെ കിടക്കുന്നത് കണ്ടില്ലയോ? പെർ പേഴ്സൺ പെർ ട്രിപ്പ് ₹30. അപ്പോൾ അതെ, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ സമയം 11:42 രാവിലെ. നമുക്ക് വെയിറ്റിംഗ് റൂമിലോട്ടൊന്ന് നോക്കാം. ഇവിടുത്തെ വെയിറ്റിംഗ് റൂം എങ്ങനെ ഉണ്ടെന്ന്.
അപ്പർ ക്ലാസ് പാസഞ്ചർ വെയിറ്റിംഗ് ഹോൾ ഇതാണ് ഗൈസ്. നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ആരോ താഴെ കിടന്നുറങ്ങുന്നുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. അതായിരിക്കാം പുള്ളി താഴെ കിടന്നുറങ്ങുന്നത്. ഫാനുണ്ട്, ടോയ്ലറ്റുണ്ട്. ടോയ്ലറ്റ് ഇപ്പോൾ അകത്ത് ക്ലീനിങ് നടക്കുവാണ്. ഫാനൊക്കെ നല്ല കാറ്റുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഏതോ തിരുപ്പരപ്പ് ഫാൾസ്, കന്യാകുമാരിയിലേതോ ഫേമസ് വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ഞാൻ പോയിട്ടില്ല. പിന്നെ ചാർജിങ് ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കൊള്ളാം. നല്ലൊരു വെയിറ്റിംഗ് ഹോള് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പർ ക്ലാസ് പാസഞ്ചർ വെയിറ്റിംഗ് ഹോൾ. അപ്പോൾ അതേ ഒരു ട്രെയിൻ വന്നു കേട്ടോ. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഇത് വന്ന് നമ്മുടെ ചോളൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ്. ട്രെയിൻ നമ്പർ 226-75, ചെന്നൈ ഇഗ്മോറിൽ നിന്ന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ പോകുന്നത്. ഈ ട്രെയിൻ തന്നെ റേറ്റ് ഷെയറിംഗ് ഉള്ള ട്രെയിനാണ്. നമ്മുടെ പാണ്ഡ്യൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ടും റോക്ക് ഫോർട്ട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഒക്കെ ആയിട്ടും കേട്ടോ. നമ്മൾ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ഷോർട്സ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇട്ടിട്ടുണ്ടോ, മലയാളി ട്രെയിൻ ബ്ലോഗർ പേജിലെ ട്രെയിൻ ഡീറ്റെയിൽസ്, ട്രെയിൻ സ്പോട്ട് ചെയ്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണ്, തമിഴ്നാട്ടിലാണ്. ചോളൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പം നമുക്ക് പോകേണ്ടുള്ള വണ്ടി വരുന്നത് ഉച്ചയ്ക്ക് 1:15 പ്ലാറ്റ്ഫോം നമ്പർ 3. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ, നമ്മൾ ആ വണ്ടി കയറി നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. തഞ്ചാവൂർ വന്നിട്ട് നമ്മുടെ സ്റ്റേ കാര്യങ്ങൾ, പിന്നെ ക്ഷേത്രത്തിൽ പോയത്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഈവൻ ഞാൻ ആദ്യം വീട് തുടങ്ങിയപ്പോൾ ഒരു 6 കിലോമീറ്റർ ദൂരമുള്ളൊരു അമ്പലം പറഞ്ഞല്ലോ, മാരിയമ്മൻ, അവിടെയും നമ്മൾ പോയായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നമ്മുടെ യാത്ര, ഈ ഒരു ട്രെയിൻ ജേണി തുടങ്ങുമ്പോഴേ അങ്ങോട്ട് പോകെ എല്ലാം ഞാൻ പറയാവേ. അപ്പോൾ അതെ, വീണ്ടും ഒരു ട്രെയിൻ വരികയാണ്. സമയം 12:43 ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ തമിഴ്നാട്ടിലെ ജനശതാബ്ദിയാണ് കേട്ടോ. മയിലാടുതുറൈ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ട്രെയിൻ നമ്പർ 120-84. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും മയിലാടുതുറൈ ജംഗ്ഷൻ വരെ പോകുന്ന വണ്ടി. അത് ടൊവിനോടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്ന പടത്തിൻ്റെ പോസ്റ്റർ. നമ്മുടെ നാട്ടിലുള്ള അതേ ജനശതാബ്ദിയുടെ പോലെ തന്നെ, ഒരു മാറ്റമില്ല. പഴയ കോച്ചസ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കോയമ്പത്തൂർ മയിലാടുതുറയായിട്ട് 120-84, 120-83 സർവീസ് നടത്തുന്ന നമ്മുടെ തമിഴ്നാട്ടിലെ ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. ഫുള്ള് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ടൊവിനോ ഇവിടെയും ഉണ്ട്. ഗൈസ്, ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇടയ്ക്ക് പോയായിരുന്നു, പുറത്തോട്ടൊക്കെ പോയി ഒരു ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെജിറ്റേറിയനായിട്ട് ഫുഡ് ഞാൻ മേടിക്കാൻ ചെന്നെടുത്ത് ഇച്ചിരി നടക്കാനുണ്ടായതുകൊണ്ട് അത് മേടിക്കാൻ നിന്നില്ല. സമയം താമസിച്ച് പോയതുകൊണ്ടേ ഇവിടെ അടുത്തുനിന്നായിട്ടൊരു ബിരിയാണി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 3 പോവുകയാണ് നടന്ന്. ഈ ഫുഡ് കഴിക്കണം എവിടെയെങ്കിലും ഇരുന്ന്. പിന്നെ ഈ തമിഴ്നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിൽ എവിടെ ഇരുന്നാലും ഒരു സുഖമാണ് ഇരുന്ന് കഴിക്കാൻ, തണലുണ്ടായതുകൊണ്ടേ. അപ്പോൾ അതെ, ബിരിയാണി ഇതാണ് മേടിച്ചത്. ഇനി നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ല, ക്വാണ്ടിറ്റി പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 120 രൂപയ്ക്കുള്ള ബിരിയാണി ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതേ പ്ലാറ്റ്ഫോം നമ്പർ 3 നിൽക്കുവാണ്. തമിഴ്നാട്ടിൽ നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ. ഇപ്പം നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല സുന്ദരമായ വെയിലുണ്ട് ഈ ഒരു സമയത്ത്. നമ്മളെ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോം നമ്പർ 3 വന്നിങ്ങനെ നിൽക്കുവാണ്, കണ്ടില്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 3 ഇങ്ങനെ IRCTC റിട്ടയറിംഗ് റൂം പ്ലാറ്റ്ഫോം നമ്പർ 1 ഫസ്റ്റ് ഫ്ലോറിലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഒരു കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നിടത്തായിട്ട് തന്നെ ഒരു അമ്പലമുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. അതായത് പ്ലാറ്റ്ഫോം നമ്പർ 3 ഒരു അമ്പലമായിട്ട് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അവിടെ ഒരു ആൽമരമുണ്ട്. ആൽമരം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു കാഴ്ചയാണെന്ന് തോന്നുന്നു. നമ്മുടെ കേരളത്തിലൊന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, ഇല്ലെന്നാണ് വിശ്വാസം ഇതുവരെ, അല്ലയോ. അപ്പോൾ അതെ, നമുക്ക് പോകേണ്ടുള്ള നമ്മുടെ പയ്യം വന്നിട്ടുണ്ട്. ട്രെയിൻ നമ്പർ 100 എത്ര ആയിരുന്നു നമ്മുടെ ട്രെയിൻ നമ്പർ? 168-47 ഇൻ്റർസിറ്റി വണ്ടി കേട്ടോ. സെങ്കോട്ട എക്സ്പ്രസ് എന്നാണ് നമ്മുടെ വെയർ ഈസ് മൈ ട്രെയിനിൽ കാണിക്കുന്നതെങ്കിലും ഇത് സെങ്കോട്ട ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 168-47 ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ. ഇത് നമ്മുടെ 12 മണിക്ക് മയിലാടുതുറയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാത്രി ഒരു 9:30 സെങ്കോട്ടയിൽ എത്തുന്ന ട്രെയിനാണ്. ഈ ഒരു ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു 1:15 കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തഞ്ചാവൂരിലേക്ക് എത്തും. ഇതൊരു വൈകിട്ട് ഒരു 5:10 ആകുമ്പോഴത്തേക്ക് മധുരയിലെത്തും. നമ്മൾ മധുര വരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുള്ളൂ. സൂപ്പർ റൂട്ടാണ്, ഒരു വ്യത്യസ്തമായ റൂട്ടിൽ കൂടെ കൊടൈക്കനാൽ റോഡ് വഴിയൊക്കെയാണ് പോകുന്നത്. ഫുൾ അൺറിസർവ്ഡ് ആണ്. മാക്സിമം കാഴ്ച ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്. ട്രെയിനിൻ്റെ ഒരു മാക്സിമം കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങളെ. മധുരൈ വരെ എത്രയൊക്കെ വ്യൂ എടുക്കാൻ പറ്റുമോ ആക്ക് വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്.
അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടാണ് വണ്ടി വന്നത്. ഇതേ കണ്ട റൈഡ് ഷെയറിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ചെങ്കോട്ടയം, മയിലാടുതുറൈ, പിന്നെ തൃച്ചി, തഞ്ചാവൂർ, ചെങ്കോട്ടയം, മധുരൈ, തിരുനെൽവേലി, ചെങ്കോട്ടയം, ഇതോ കുറേ ഉണ്ട്. തല കറങ്ങിപ്പോന്നു. അങ്ങനെ ഓൺ ടൈമിൽ തന്നെ നമ്മുടെ ട്രെയിൻ തഞ്ചാവൂരിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ തഞ്ചാവൂർ സീരീസിലെ പാർട്ട് 3 വീഡിയോ ആണല്ലോ ഇത്. അതായത് എപ്പിസോഡ് 3-ാമത്തുള്ള വീഡിയോ. അകത്തുള്ള കാഴ്ച ഉണ്ടല്ലോ, അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ട്. ഫുൾ അൺറിസർവ്ഡ്. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് സൈഡിൽ ഇങ്ങനെ നിന്നേ ഉള്ളൂ. കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കണമല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തഞ്ചാവൂർ സീരീസിൻ്റെ വീണ്ടും ഞാനിങ്ങനെ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എപ്പിസോഡ് 3 ആണല്ലോ ഇത്. അപ്പം നമ്മൾ തഞ്ചാവൂർ വന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണേ. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരേ ഒരു ട്രെയിനേ ഉള്ളൂ. അത് നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ് ആയിരുന്നു. അതിൽ നമ്മൾ തഞ്ചാവൂർ വന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു വന്നിറങ്ങിയത്. ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ ബിഗ് ടെമ്പിളായ ശിവ ടെമ്പിൾ. ഇവിടുത്തെ ഫേമസ് തഞ്ചാവൂർ ക്ഷേത്രം ഫേമസ്. ഇവിടെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, മനസ്സിലായോ? നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ. കൂടിപ്പോയാൽ 1 കിലോമീറ്റർ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന്. ഓട്ടോയ്ക്ക് 120 രൂപ 200 രൂപയൊക്കെ ചോദിക്കും അവർ. ഇപ്പം നമ്മൾ എണ്ണസംഖ്യ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഭയങ്കര അറപ്പാണ്. നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓട്ടോ ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ താമസിക്കാൻ ആവറേജ് 1500 രൂപയ്ക്ക് റൂം, നല്ല റൂം, അടിപൊളി റൂം കിട്ടും. 1500 രൂപ 1000 രൂപയ്ക്ക് അകത്ത് നല്ല റൂം കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തായിട്ട് തന്നെ കിട്ടും. പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചില്ലേ നിങ്ങൾക്ക് ആര്യാസ് എന്ന് പറയുന്നൊരു ഹോട്ടൽ, അതിൻ്റെ ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് ഞാൻ താമസിച്ച ഹോട്ടൽ, മനസ്സിലായോ? അത്രയേ ഉള്ളൂ, വെറും 100-200 മീറ്റർ. ആ ഹോട്ടലിൻ്റെ അവിടുന്ന് നടന്നു തുടങ്ങിയപ്പം തൊട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇത്രയും ദൂരെ ഉള്ളായിരുന്നു ഞാൻ താമസിച്ചിരുന്ന സ്ഥലവും. അപ്പം എല്ലാം വളരെ അടുത്താണ്, നിങ്ങൾക്ക് ഒരു പോസ്റ്റോ കാര്യങ്ങളോ വരത്തില്ല. പിന്നെ ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇവിടെ ഒരു മാരിയമ്മൻ കോവിലുണ്ടെന്ന്, 6 കിലോമീറ്റർ. നമ്മൾ ഈ ഒരു ബിഗ് ടെമ്പിൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമ്മൾ അവിടെയും കൂടെ പോകണം. ആ 6 കിലോമീറ്റർ പോകുന്നതിന് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും. 10 രൂപയേ ഉള്ളൂ ഒരാൾക്ക്, മനസ്സിലായോ? 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മാരിയമ്മൻ കോവിൽ പോയി ഇറങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ തഞ്ചാവൂരിലെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാനായിട്ട്. പിന്നെ വേറെയും തഞ്ചാവൂർ കാണാൻ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. ഈ ബൊമ്മ, തഞ്ചാവൂർ ബൊമ്മ, അങ്ങനത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറച്ച്, പിന്നെ എനിക്കറിയാവുന്ന അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു ദിവസം കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് പറഞ്ഞു, മനസ്സിലായോ? അപ്പോൾ മാക്സിമം ടയേർഡ് ആവാതെ ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുത്ത് ഈ 2 ക്ഷേത്രമൊക്കെ ദർശനവും നടത്തി പിന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത വണ്ടിക്ക് നാട് പിടിക്കാനുള്ളൊരു സെറ്റപ്പിലായിരുന്നു. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തഞ്ചാവൂർ, നിങ്ങൾ കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പെട്ടുപോകത്തില്ല. എല്ലാം വളരെ അടുത്തായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഉണ്ടല്ലോ, അടിപൊളി സ്പീഡിലാണ് കേട്ടോ പോകുന്നത്, ഒരു രക്ഷയില്ല, പറന്നാണ് സ്പീഡിൽ പോകുന്നത്. പിന്നെ സ്പീഡ് കാണിക്കാൻ എൻ്റെ അടുത്ത് 1-2-3 പേര് പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ നമ്മുടെ മലയാളി ട്രെയിൻ വ്ളോഗർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരിക്കൽ ചോദിക്കണമെന്നും പറഞ്ഞിരുന്നതാണ്, പക്ഷേ മറന്നുപോയി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യങ്ങൾ നിങ്ങളെ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. കണ്ടില്ലേ, വണ്ടി നല്ല അടിപൊളി സ്പീഡിലാണ് പോകുന്നത്, നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു വ്യത്യസ്തമായ റൂട്ടിൽ കൂടാണ് നമ്മളിന്ന് മധുരയിലോട്ട് പോകുന്നത്. ഞാൻ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ കൊടൈക്കനാൽ റോഡ് അങ്ങോട്ട് ആ ഒരു വഴി, ആ ഒരു ഭാഗത്തുനിന്ന്. ഇത് എൻ്റെ ആദ്യത്തെ യാത്രയാണ് ഈ ഒരു റൂട്ടിൽ. ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, 85 രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ട്രെയിനിൽ തഞ്ചാവൂരിൽ നിന്ന് മധുരൈ വരെ നമുക്ക് യാത്ര ചെയ്യാൻ ഒരാൾക്ക് വേണ്ട ടിക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 85 രൂപയാണ്. ഇതേ ഒരു സ്റ്റേഷനിലോട്ട് കയറുവാണ്, ബുഡല്ലൂർ. അതെ, ബുഡല്ലൂർ സ്റ്റേഷൻ. നമ്മളെ തഞ്ചാവൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുഡല്ലൂരാണ് ആദ്യ സ്റ്റേഷൻ. ആ ഒരു സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. സമയം എന്തോ 1:57 ആയിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സമയം? 1:57 ആയിട്ടുണ്ട്. അതെ, ഇവിടെ ഒരു അൺറിസർവ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ തഞ്ചാവൂർ തൃച്ചി വണ്ടിയാണെന്ന് തോന്നുന്നു.
നമുക്ക് നാട്ടിൽ നിന്ന് വളരെ സുഖമായിട്ട് പോയിട്ട് വരാൻ പറ്റിയൊരു അതായത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റിയൊരു ട്രെയിൻ ജേണി ആയിരിക്കും കേട്ടോ ഈ തഞ്ചാവൂർ എന്നുള്ള പറയുന്നത്. നമ്മുടെ ഈ ക്ഷേത്ര ദർശനത്തിനൊക്കെ വരുന്നവരില്ലേ, തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ, പിന്നെ ഞാൻ പറഞ്ഞ മാരിയമ്മൻ കോവിൽ, എല്ലാം വളരെ നമുക്ക് എളുപ്പമാണ്. നമുക്കൊരു പോസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല ഒരു കാര്യത്തിനും, കാരണം എല്ലാം അടുത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ എല്ലാം ഉണ്ട്. ആകപ്പാട് എനിക്ക് കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നിയത് ആ ഓട്ടോയുടെ കുറച്ച് ഇതേ ഉള്ളൂ. കാരണം നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. 6 കിലോമീറ്റർ നമുക്ക് ഇവിടെ തമിഴ്നാട്ടിൽ ബസ്സിൽ പോകണമെങ്കിൽ 10 രൂപയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ മാരിയമ്മൻ കോവിൽ. അപ്പം ഈ 1 കിലോമീറ്റർ പോലും തികച്ച് നടക്കാനില്ല സ്ഥലത്ത് 120-200 രൂപയൊക്കെ ഓട്ടോക്കാർ ഒരു ദാക്ഷിണ്യം ഇല്ലാത്തതാണ് കാണുന്നത്. ഞാൻ നടന്നങ്ങ് പോയത് കേട്ടോ കൈസ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ഒരു 100 മീറ്റർ അപ്പുറത്തായിരുന്നു എൻ്റെ റൂം. അവിടുന്ന് റൂമിൽ കൊണ്ട് ബാഗും വെച്ച് ഒന്ന് ഫ്രഷായി കുളിച്ച് നേരെ സെറ്റായി 1200 രൂപയായിരുന്നു കേട്ടോ എൻ്റെ റൂം. അപ്പം അത്യാവശ്യം അടിപൊളി ക്ലീനാണ് നീറ്റായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് റൂം എടുത്ത് നേരെ ഒന്ന് ഫ്രഷായി ഒന്ന് ഉറങ്ങി ഇച്ചിരി വെയിലൊക്കെ താന്നപ്പോഴത്തേക്ക് നടന്ന് നേരെ അമ്പലത്തിലും പോയി. അമ്പലവും കണ്ട് തിരിച്ച് നടന്ന് വരികയും ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടാണ് നമ്മുടെ മാരിയമ്മൻ കോവിൽ പോയത്. മാരിയമ്മൻ കോവിൽ 10 രൂപ കൊടുത്ത് അവിടെ പോയി 10 രൂപ കൊടുത്ത് തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ വന്ന് റൂമിൽ വന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ചിറങ്ങിയ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ആരംഭത്തോടെ കാണുന്നത്. മനസ്സിലായ? അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ തഞ്ചാവൂർ സീരീസിൻ്റെ വിശേഷം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ തിരുവെരുമ്പൂർ അങ്ങനത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തഞ്ചാവൂരിൽ നിന്ന് നമ്മുടെ ഈ വണ്ടി ഉണ്ടായിരുന്നല്ലോ, നമ്മളിങ്ങോട്ട് നാട്ടിലോട്ട് വന്ന കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ തിരിച്ച് നാട്ടിൽ പോകാവുന്നതാണ്. പക്ഷേ നമ്മളൊരു വെറൈറ്റിക്ക് ഈ ട്രെയിനിൽ മധുര വരെ പോയിട്ട് മധുരയിൽ നിന്ന് നാട്ടിൽ പോകുന്നതായിരിക്കും നമ്മുടെ ഈ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ. എന്തായാലും വന്ന് പോവാ. ഇതുവരെ സഞ്ചരിക്കാത്ത റൂട്ടിൽ കൂടെ ഒക്കെ ഒന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു. സ്റ്റേഷൻ മുമ്പേ പറഞ്ഞ സ്റ്റേഷനാട്ടോ. 2:16 അത് ഒരു വട്ടം നോക്കി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ ആയിരുന്നു. ഇനിയിപ്പോൾ കാണാതെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമായാലും. അപ്പോൾ ഇത് 2:16 നമ്മൾ ആ ഒരു സ്റ്റേഷൻ എത്തിയപ്പോൾ. ഇപ്പം നെയിം ബോർഡ് എത്തുമ്പോൾ ഒന്നും കൂടെ കാണിച്ചു തരാം, നോക്കട്ടെ. തിരുവെരുമ്പൂർ. ഈ ട്രെയിൻ ശരിക്കും കവർ ചെയ്യുന്ന ദൂരം 450 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ മയിലാടുതുറയിൽ നിന്ന് ചെങ്കോട്ട വരെ 450 കിലോമീറ്റർ ദൂരം നമ്മുടെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും, കാരണം ഒരുപാട് കാഴ്ചകൾ എടുക്കുന്നുണ്ട്. ഞാനും കണ്ടിട്ടില്ല ഈ റൂട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ്. മനസ്സിലായ? അപ്പം എത്ര എടുത്താലും എനിക്കൊരു തൃപ്തി വരത്തില്ല. അതുകൊണ്ട് മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കും കേട്ടോ ഈ ഒരു റൂട്ട്. പിന്നെ ഈ ഒരു റൂട്ട് യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ട്രെയിനിലാണെങ്കിലും വേറെ ട്രെയിനിലാണെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരാം കേട്ടോ. നല്ല നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കഴിഞ്ഞു പോയി. മാഞ്ഞിട്ട് ഞാനേ ഉറക്കെ പറയാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാവോ? പ്രൊനൗൺസിയേഷൻ തെറ്റിപ്പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. അല്ലാതെ വായിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല കേട്ടോ. വായിക്കാനൊക്കെ അറിയാം, പക്ഷെ വായിക്കാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പോകണമെങ്കിലോ. അതുകൊണ്ട് ഒരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നമുക്ക് നടന്നങ്ങോട്ട് പൊന്താണ്ട. മഞ്ഞാട്ടിടലോ? അവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് പോയിട്ടുണ്ട് ട്രെയിൻ. ഇപ്പം കൊള്ളാം എന്തായാലും. തമിഴ്നാട്ടിൽ ഇങ്ങനെ. അപ്പം ഞാൻ നോർത്തിലോട്ടൊക്കെ കയറി പോകുമ്പോൾ എങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞു പഠിക്കും ഗൈസ്.
നമ്മുടെ ഈ ഒരു സീരീസ് അവസാനിക്കുന്നത് മധുരൈ ചെന്നിട്ടായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ ഇത് അടുത്തൊരു സ്റ്റേഷൻ പൊന്മലൈ സ്റ്റേഷൻ. അപ്പുറത്തൊരു സാധനം കിടക്കുന്നു നോക്കിയാൽ, നീല പെയിൻ്റ് അടിച്ചത് എന്തോ. ഞാൻ വിചാരിച്ചും പഴയ സംഭവം എന്തുവാണോ എന്തോ, തീരുന്നില്ലയോ ഇത്, അങ്ങ് വരെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമ്മൾ മധുരൈ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സീരീസ് വൈൻഡപ്പ് ലാസ്റ്റ് പാർട്ടായിരിക്കും അത് വരുന്നത്, മധുരയിൽ നിന്ന് തിരിച്ച് കൊല്ലത്തോട്ട് കേട്ടോ. അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഈ തഞ്ചാവൂർ സീരീസിൻ്റെ. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ സീരീസ് അവസാനിക്കുകയാണ്, തഞ്ചാവൂർ സീരീസ്. ഇനിയിപ്പോൾ അടുത്ത പുതിയ ഏതെങ്കിലും ഒരു സീരീസ് തുടങ്ങണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ചെറിയ സീരീസ് തുടങ്ങി വെച്ചായിരുന്നു മെമുവിൻ്റെ, ഒറ്റ എപ്പിസോഡേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് തീർക്കണം, ഒരു 2-3 ചെയ്ത് കുറച്ച് മെമു സീരീസേ, അതങ്ങനെ അവിടെ പെൻഡിങ് അടിച്ച് കിടക്കുക. അതും കൂടെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് പുതിയ ഏതെങ്കിലും ഒരു സീരീസ് തുടങ്ങണം. ഗായ്സ്, നമ്മൾ പല ട്രെയിനും ഇതാണ് കാണുമ്പോൾ ഗസ് ചെയ്യാൻ പറയുമായിരുന്നു ഇതും ഞാൻ പറയുക. പക്ഷേ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ടഫായിരിക്കാൻ ചാൻസ് ഉണ്ട്, എന്നാലും പറയാം. വളരെ സ്ലോ ആയിട്ട് പോകുന്ന ട്രെയിനാണ്, വേറെ ഒരു ക്ലൂ ഇല്ല. നിങ്ങൾക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയൂ. ഗസ് ദ ട്രെയിൻ. അറിയാലോ, നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ്. അപ്പോൾ ഇതേത് ട്രെയിൻ ആയിരിക്കും എന്നറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക. ഗസ് ദ ട്രെയിൻ. ഓക്കെ, സ്ലോയിലാണ് ട്രെയിൻ പോകുന്നത്, വളരെ സ്ലോയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും പറയാത്തത്. അപ്പോൾ നിങ്ങൾക്ക് റെയിൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. കണ്ടില്ലേ? നമ്മൾ തിരുച്ചിറപ്പള്ളിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുച്ചിറപ്പള്ളി കണ്ടില്ലേ? തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഡെമു കിടപ്പുണ്ട്. മെമു അല്ല, ഡെമു ട്രെയിൻ. കൊള്ളാം അല്ലേ? നമ്മളങ്ങനെ അതേ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കാണല്ലോ തിരുച്ചിറപ്പള്ളി. വലിയ താമസമൊന്നും ഇല്ലാതെ എടുത്തു കേട്ടോ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന്. ചെറിയ മഴയുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയപ്പോൾ. പെയ്യോ ഇല്ലയോ നോക്കാം.
തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഗൈസ്? അല്ലെ നിങ്ങൾക്ക് എന്തെങ്കിലും സീരീസ് ചെയ്താൽ കൊള്ളാം എന്നുണ്ടോ? വലുതൊന്നും പറയല്ലേ. അതായത് തമിഴ്നാട്ടിലെ അതൊക്കെ നമുക്ക് പതുക്കെ കുറച്ച് ഒന്ന് തീർത്തിട്ട് നോർത്തിലോട്ടൊക്കെ പോവാം. അപ്പം എന്തെങ്കിലും ചെറിയ സീരീസ്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ സീരീസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയണേ. എനിക്കും സീരീസായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. ഒരു സീരീസ് തുടങ്ങി, ഇപ്പോൾ നമ്മളൊരു തഞ്ചാവൂർ സീരീസ് തുടങ്ങിയില്ലേ, കേരളത്തിൽ നിന്ന് തഞ്ചാവൂർ സീരീസ്, ഇതേ കണക്കത്തെ എന്തെങ്കിലും ഒരു സീരീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, പാർട്ട് എപ്പിസോഡായിട്ടേ. അപ്പം അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. കാലൊക്കെ ഇട്ട് ഒരുത്തന്നെ അഭ്യാസം കാണിക്കുന്നു അപ്പുറത്ത്. ഇത് എന്തോ വരുന്നു, ഒരു സാധനം പോകുന്നുണ്ട്. പോയി അടുത്തൊരു സ്റ്റേഷനിലോട്ട് കയറി. ഏത് സ്റ്റേഷനുടെ ഇത്? 3:09 ആയിട്ടുണ്ടോ? 3:09. ആയപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു റെയിൽവേ സ്റ്റേഷന് വന്നിട്ടുണ്ട്. മാനാപ്പാറൈ കേട്ടോ, അതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. നമ്മളവിടെ നിന്നാണ് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് എന്തൊക്കെയോ പണി നടക്കുമോ ട്രാക്കിൽ കേട്ടോ. അങ്ങനെ മാനാപ്പാറയാണോ എന്തായാലും ആ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആയിവ നല്ല കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ദേ അങ്ങ് ദൂരത്തായിട്ട് കുറേ മലകളും കുന്നുകളും, രണ്ടും ഒന്നാണ്, എന്നിരുന്നാലും കൊള്ളാം. അടിപൊളി അല്ലേ? നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി. അപ്പുറ സൈഡിൽ കൂടെ റോഡ് പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതങ്ങ് ദൂരത്തായിട്ടൊരു മല, സൈഡിലായിട്ട് തന്നെ റെയിൽവേ ഗേറ്റിൻ്റെ ഒരു സെറ്റപ്പ്. കൊള്ളാമല്ലേ? നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തോട്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുവാണ് നമ്മൾ. വയ്യാമ്പതി. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ ഉത്തമ നമ്മൾ പറയുന്നത്. മലയാളത്തിലും കൂടെ എഴുതി വെക്കേണ്ടതായിരുന്നു. അങ്ങനെ മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ.
മധുരയിൽ നിന്ന് നമുക്ക് രാത്രിയാട്ടാ ട്രെയിൻ. അറിയാമായിരിക്കുമല്ലോ, നമ്മുടെ മധുരൈ പുനലൂർ വണ്ടിയാണ് നമ്മുടെ ഈ സീരീസിൻ്റെ അവസാനത്തെ വീഡിയോ. അത് 11 മണി 11:30 ആകുമ്പോഴേ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ. ആ ട്രെയിനിൽ നമുക്ക് അപ്പോൾ അവസാനത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ, തഞ്ചാവൂർ സീരീസിൻ്റെ. അടിപൊളി. പക്ഷെ മഴ പെയ്യുമെന്ന് വിചാരിച്ചതാ, മഴ പെയ്തില്ല. പക്ഷെ മേഘമൊക്കെ ഒരു പരുവായിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്ന് ചെറുതായി തെളിഞ്ഞു വരുന്നു മേഘം. എന്ത് ഭംഗിയല്ലേ ഈ തമിഴ്നാട്ടിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ. ഇത്രയും നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട്. അതും ട്രെയിൻ പതിയെ പോകുന്നല്ലോ. നോക്കൂ, അടിപൊളിയല്ലേ അപ്പർ സൈഡിലാ. ഈ വണ്ടിയിൽ ചായ ഒന്നും കൊണ്ടുവന്നില്ല. സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ തമിഴ്നാട്ടിലൊക്കെ എപ്പോഴെങ്കിലും നല്ല ചായ കൊണ്ടുവരുന്നതാണ്. ഇതുവരെ ചായ കിട്ടിയില്ല നമുക്ക്. ഇപ്പം മധുരയിൽ പോയി ചായ കുടിക്കാം. ഓ, നല്ല രസമുണ്ടല്ലേ. അയ്യോ, അടുത്ത സ്റ്റേഷൻ വടമധുര. വടമധുരയോ? വടമധുര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. പക്ഷേ നെറ്റി നോക്കിയില്ല. തെറ്റുന്നേ തെറ്റുപറ്റട്ടെ എന്ന് വിചാരിച്ചു. 3:47 15 അല്ലേ. 15:47 എന്ന് പറയുമ്പോൾ തന്നെ 3:47. തെറ്റുകൾ പറഞ്ഞു തിരുത്തണേ നിങ്ങൾ. ഈ അണ്ണൻ്റെ ഞാൻ ഒരു ചായ മേടിച്ചായിരുന്നു കേട്ടാ. ആ പോകുന്ന അണ്ണൻ്റെ കുഴപ്പമില്ലായിരുന്നു. സമയം 4 മണി. 4 മണിയായിട്ടുണ്ട്. 4 മണിയായപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ ദിണ്ടിഗൽ ജംഗ്ഷൻ. ദിണ്ടിഗൽ ജംഗ്ഷനിൽ നമ്മൾ 4 മണിയായപ്പോൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലായിടവും ചായ, ഫുൾ ചായ, സർവം ചായമയം. അങ്ങനെ ദിണ്ടിഗൽ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ എടുത്ത് ദിണ്ടിഗൽ ജംഗ്ഷൻ്റെ മറ്റൊരു ടൈം ബോർഡ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ടുള്ളത് അവിടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗ്. ഇപ്പം മധുരയിൽ ചെല്ലുമ്പോൾ കാണാം കിടിലം ഒരു സാധനം. അതൊക്കെ അടുത്ത വീഡിയോയിൽ വാരി പറക്കി ഇടുന്നതാണ് ഞാൻ. നമ്മൾ നേരത്തെ എത്തും മധുരയിൽ. നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ 5:10 ആകുമ്പോഴത്തേക്ക് എത്തും. അടിപൊളിയല്ലേ. അയ്യോ, എന്ത് വ്യൂ ആണ്. മഴക്കാലത്തൊക്കെ പൊളിയായിരിക്കും ഈ റൂട്ട് അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ഭയങ്കര ചൂടാണ്. അടുത്ത ചൂടായിട്ടാ തമിഴ്നാട്ടിൽ. ആ സമയത്ത് ഇതുപോലത്തുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴല്ല മൈൻഡ് അങ്ങ് സെറ്റ് ആവുകയാണ്. അതോ ഈ ട്രെയിനകത്തിരുന്നുകൊണ്ട് ഒന്നും പറയില്ല.
ഗൈസ് നമ്മളങ്ങനെ അതെ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കൊടൈക്കനാൽ വരാൻ ട്രെയിനിൽ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് കേട്ടോ, കൊടൈക്കനാൽ റോഡ്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ റോഡിലാണുള്ളത്. സമയം 4:20 കണ്ടോ, 4:21 അങ്ങനതെ നമ്മുടെ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനും ബൈ ബൈ. ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് എത്താൻ പോകുന്നത്. എവിടെയാ? മധുരൈ. നമ്മുടെ ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാ? ചെങ്കോട്ടൈ. അത് രാത്രി 9:30 ആകുമ്പോഴേ എത്തത്തുള്ളൂ കേട്ടോ. ഈ ഇടയായിട്ട് ഞാൻ കുറച്ച് നാളുകൊണ്ടേ അങ്ങ് മധുരയിലാണ്. എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് മധുരയിൽ വരും. വൈഗൈ റിവർ നദിയൊക്കെ വറ്റി കിടക്കുവാണ് ഗായ്സ്. നദിയില്ല, നദി താറാവുകൾ, അറഞ്ചം പുറഞ്ചം താറാവുകൾ. അതിൻ്റെ ഇടയിൽ ചൂണ്ടയിടങ്ങളൊക്കെ നടപ്പുണ്ട്. നമ്മൾ മധുരയുടെ ഭാഗത്തോട്ടാണ് കയറുന്നത് കേട്ടോ. മധുര എത്തി. മധുരൈ ഒരു സ്കൂൾ, MLWA ഹയർ സെക്കൻഡറി സ്കൂൾ. മധുരൈ പുറത്ത് കിടക്കുന്ന നമ്മുടെ തിരുച്ചിറപ്പള്ളി വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ചെന്ന് നോക്കണം. മധുര ജംഗ്ഷൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന തിരുച്ചിറപ്പള്ളി ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. അവൻ തന്നെ നമ്മൾ ഈ ട്രെയിനിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി തന്നെ ഗുരുവായൂർ റൈഡ് ഷെയറിംഗ് ഉള്ളത്. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരായിട്ട് പോകുന്നതും പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് നമ്മുടെ തിരുച്ചിറപ്പള്ളി പോകുന്ന വണ്ടിയാണ്. ഈ ട്രെയിനിൽ തന്നെ നമ്മൾ 2 വീഡിയോയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഗായ്സ്. നമുക്കപ്പം മധുരയിലോട്ട് അങ്ങോട്ട് ഇറങ്ങണ്ടേ. അപ്പോൾ അതേ നമ്മൾ മധുരയിൽ ഇറങ്ങി 4:57 ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ വൈൻഡിങ് അപ്പ് ചെയ്യുവാണ്. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ 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 ബൈ. ജംഗ്ഷൻ നടേമേടി